വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. അമ്പൂട്ടാ, അമ്മയുടെ മുത്തിങ് വന്നേ. ചക്കരയല്ലേ, അമ്മയുടെ അടുത്തേക്ക് വാ, നമുക്ക് ഇതിട്ട് ചുന്ദരനായിട്ട് ടാറ്റ പോകേണ്ടേ. ക്ഷേത്രത്തിൽ നിന്നും വന്ന അമ്പൂട്ടിന് ഭക്ഷണം കൊടുത്ത് ഫ്രഷാക്കി കൊണ്ട് വന്നതാണ്. ബെഡിലെത്തി ഡ്രസ്സ് എടുത്തപ്പോഴേക്കും ആൾ നീങ്ങി ചുമരോട് ചാരി ഹെഡ് ബോർഡിനടുത്തായിരുന്നു. കുഞ്ഞിനെ ഫ്രഷാക്കി എടുത്തത് കൊണ്ട് ആകെ നനഞ്ഞിരുന്നു. അതുകൊണ്ട് ബെഡിൽ കയറി കുഞ്ഞിനെ എടുക്കാനും വയ്യ. ആറ്റത്ത് നിന്ന് കൈ നീട്ടിയാൽ കുഞ്ഞിനെ പിടിക്കാൻ കിട്ടത്തുമില്ല. താൻ ഓരോന്ന് പറഞ്ഞ് വിളിച്ചെങ്കിലും ചിരിച്ച് മയക്കുകയല്ലാതെ ഒരു മാറ്റമില്ല. ദേ, ഞാൻ വണ്ടി പോവാട്ടോ, അവിടെ വരുന്നുണ്ടോ? എവിടെ? ഒരു കുലുക്കുമല്ല. കയ്യിലുള്ളവൻ്റെ പ്രൈവറ്റ് ഡെക്കിൻ്റെ കണ്ണ് ചുവന്നെടുക്കാനുള്ള പരിശ്രമത്തിലാണ്. ഈ ചേച്ചി പെട്ടെന്നാണ് വിച്ചു ഓടി വന്ന് പിന്നിലൂടെ തന്നെ ഇറുകെ പുണർന്നത്. വിച്ചുട്ടാ, കയ്യിലുള്ള കുഞ്ഞിൻ്റെ ഡ്രസ്സ് ബെഡിലേക്ക് ഇട്ട് വിച്ചുന് ഇറുകെ പുണർന്നു. എത്രയായി നിന്നെ ഒന്ന് നേരിട്ട് കണ്ടിട്ട്? അതിന് എന്നെ ഒന്നിപ്പോൾ കാണാൻ വരാൻ ചേച്ചിക്ക് നേരില്ലല്ലോ. ഓടാ മൊമ്മ. പെട്ടെന്നാണ് അമ്പൂട്ടൻ ബഹളം വെച്ച് മുട്ടിലെഴിഞ്ഞ് വന്ന് തന്നെ നേരെ കൈ നീട്ടിയത്. കാര്യം വേറൊന്നുമില്ല, ആൾക്ക് താൻ പാച്ചുവിനെ കെട്ടിപ്പിടിച്ചതുകൊണ്ട് കുശുമ്പ് വന്നതാണ്. ഉമ്മ, അപ്പം നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ അറിയാം, അലടക്കൂറുമ്പ. വേഗം എടുത്ത് എളിയിൽ വെച്ചു. വിച്ചുവിനെയും അമ്മൂനെയും കുഞ്ഞിനും നല്ല ഇഷ്ടമാണെങ്കിലും അവരൊന്നും തന്നോട് അടുത്ത് ഇഴകുന്നത് കുഞ്ഞിന് പറ്റില്ല. വിച്ചുട്ടാ, അച്ഛനും അമ്മയും അമ്മ ഒന്നും വന്നില്ലേ? അവരെല്ലാം താഴെയുണ്ട് ചേച്ചി, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. മാമനും ഉണ്ടാ പ്രിയേ? പാച്ചു അമ്പൂട്ടിൻ്റെ കവളിൽ പിടിച്ച് വലിച്ചു കൊണ്ട് വിളിച്ചതും ആളവൻ്റെ കയ്യിലേക്ക് ചാടാൻ നിന്നതും വേഗം പിടിച്ചു വെച്ച് ബെഡിൽ വെച്ച് ഡ്രസ്സ് ഇട്ട് കൊടുത്തു. നീ ഇവനും കൂടി താഴേക്ക് പോക്കോ, ഞാൻ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വരാട്ടോ. വിച്ചു കുഞ്ഞനെയും കൊണ്ട് താഴേക്ക് പോയതും വേഗം തന്നെ ഡ്രസ്സ് മാറ്റി താഴേക്ക് പോയി. ഈവനിങ് ആയെന്ന് ബർത്ത്ഡേ പാർട്ടി സെറ്റ് ചെയ്തിരുന്നത്. ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇരുന്ന് നല്ലൊരു സദ്യ ഉണ്ടാക്കി കഴിച്ചു. അജുവേട്ടനും പാച്ചുവാണ് ഡെക്കറേഷൻ ഫുള്ളേറ്റിരുന്നത്. ഉച്ചയ്ക്ക് കുഞ്ഞിനൊരു ഉറക്കം പതിവാണ്. പക്ഷെ ഇന്ന് എല്ലാവരെയും കണ്ട ആൾക്ക് ഉറക്കമൊന്നുമില്ല. അമ്മുവിൻ്റെയും വിച്ചുവിൻ്റെയും പാച്ചുവിൻ്റെയും ഒക്കെ ഇപ്പം നല്ല കളിയിലാണ്. ഇടയ്ക്ക് 1-2 വട്ടം റൂമിൽ കൊണ്ടുവന്ന് ഉറക്കാൻ നോക്കിയെങ്കിലും വീട്ടിൽ ഒച്ചപ്പാടും ബഹളം കൊണ്ടും ഉറങ്ങിയതുമില്ല. വൈകിട്ടായത് ക്ഷണിച്ച അതിഥികൾ ഓരോരുത്തരായി വരാൻ തുടങ്ങിയിരുന്നു. ഠോ അമ്മേ! ദക്ഷിനെ കുറിച്ച് ഫ്രണ്ട്സ് വന്നുകൊണ്ട് കുടിക്കാനുള്ളത് എടുക്കുമ്പോഴാണ് പാച്ചു പിന്നീന്ന് ശബ്ദമൊന്നുണ്ടാക്കിയത്. പെട്ടെന്നായതുകൊണ്ടൊന്ന് ഞെട്ടിയതും കൈയുള്ള സ്പൂണ് തറയിലേക്ക് വീണിരുന്നു. അയ്യേ, ഈ അടുത്ത് പേടിച്ചേ. അല്ല, ഇതാരെ സ്വപ്നം കൊണ്ടുകൊണ്ട് നിൽക്കുക? ആരില്ല. എന്നെ വേഗം കൊണ്ട് കൊടുക്ക്, ഏട്ടനെ അവിടുന്ന് കയറ് പൊടിക്കുന്നുണ്ട്. നീ കൊണ്ട് കൊടുക്കോ? ഞാനാകെ മൂശിഞ്ഞിരിക്കുകയാണ്. ഞാനോ? എനിക്ക് വേറെ കുറേ പണിയുണ്ട്. ഏടത്ത് ധൈര്യച്ചല്ലേ, ഈ വേഷത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ജ്യൂസ് നിറച്ച ഗ്ലാസുകൾ ട്രൈയിലേക്ക് വെച്ച് അതെടുത്ത് തൻ്റെ കയ്യിലേക്ക് വെച്ച് തന്ന് അവൻ ഉന്തി തള്ളി വിട്ടിരുന്നു. പിന്നെ ഏടത്തിക്കൊരു സർപ്രൈസ് ഉണ്ടേ. അവൻ അതും വിളിച്ച് പറഞ്ഞ് വേഗം അവിടുന്ന് വലിഞ്ഞിരുന്നു. അവർ 5-8 ആളുകളുണ്ട്. ആകെ വിയർത്ത് മുഷിഞ്ഞ് നിൽക്കുന്ന കോലത്തിൽ അങ്ങോട്ട് പോകാൻ മടി തോന്നി. താൻ ഫ്രഷാകാൻ പോകാൻ നിൽക്കുമ്പോഴായിരുന്നു അവരെല്ലാവരും കയറി വന്നത്. അമ്പൂട്ടൻ ദക്ഷിൻ്റെ മടിയിൽ നിന്ന് വന്നവരെയെല്ലാം സ്വഗതം നിരീക്ഷിക്കുകയാണ്. ദക്ഷിൻ്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടി അവനെ തൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമ്പൂട്ടനിൽ വലിയ മാറ്റമൊന്നുമില്ല. സോ ക്യൂട്ട് ബേബി. ആ പെണ്ണ് അമ്പൂട്ടൻ്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അമ്പൂട്ടൻ ആ കൈ തട്ടിമാറ്റി ദക്ഷിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. ആളാ പെണ്ണിനെ ചുണ്ടു കൂർപ്പിച്ച് ദക്ഷിനോടെന്തോ പറയുകയാണ്. എന്താ ദശ് പറയുന്നേ? ഹേയ്, നത്തിങ്. അങ്ങനെ എല്ലാവരോടും കൂട്ടാവുന്ന പ്രകൃതമല്ല, അതിൻ്റെയാ. ഓഹോ, നിന്നെപ്പോലെ തന്നെയല്ലേ? ആ പെണ്ണൊരു ചിരിയോടെ ചോദിച്ചതും അവൻ ആദ്യം എന്ന രീതിയിലൊന്ന് മൂളി. അവിടെയൊക്കെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ദക്ഷിൻ്റെ മുഖത്ത് ഇതുവരെ ഇല്ലാതിരുന്നൊരു പുഞ്ചിരിയുണ്ട്. അവിടെ തന്നെ നിൽക്കാതെ അത് കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്ക് കാശി. പെട്ടെന്ന് ദക്ഷിൻ്റെ ശബ്ദം കേട്ടതും അവരുടെ മുഖത്തിൽ നിന്ന് കണ്ണുകൾ മാറ്റി വേഗം അവരുടെ അടുത്തേക്ക് നടന്നു. ഇതാണോ ദക്ഷിൻ്റെ വൈഫ്? ദക്ഷ് കാശി എന്ന് വിളിച്ചത് കേട്ട് ആ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരൻ അവളെ നോക്കി ചോദിച്ചതും ദക്ഷ് ആദ്യം എന്ന രീതിയിലൊന്ന് മൂളി. ഹായ്, ഐ ആം നിഖിൽ, ദക്ഷിൻ്റെ ഫ്രണ്ടാണ്. തൻ്റെ പേരെന്താ? വൈകാശി. ചെറു പുഞ്ചിരിയോടെ തന്നോട് സംസാരിച്ച ആളെ നോക്കി അതേ പുഞ്ചിരിയോടെ തന്നെ മറുപടി നൽകി കയ്യിലുള്ള ട്രൈ ടീപ്പോയിലേക്ക് വെച്ച് അപ്പോഴേക്കും അമ്പൂട്ടൻ മാന്നും വിളിച്ച് തൻ്റെ കയ്യിലേക്ക് ചാടിയിരുന്നു. പിന്നെ അവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരായി പരിചയപ്പെട്ടു. അരവിന്ദ്, നിഖിൽ, അനീറ്റ, രേണുക, അലക്സി, ശേഖർ, രാഹുൽ, നേഹ. അതിൽ നേഹ ഒഴിച്ച് എല്ലാവരും തന്നോട് നല്ല രീതിയിൽ തന്നെയാണ് ബിഹേവ് ചെയ്തത്. നേഹ ആ പെണ്ണ് തന്നെ പൂച്ചത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ അസ്വസ്ഥത തോന്നി. അമ്പൂട്ടനാണെങ്കിൽ അവരെയൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു തൻ്റെ തോളിലേക്ക് മുഖമമർത്തി കിടപ്പുണ്ട്.
അധികാരഭാവത്തിൽ ദക്ഷനോട് ചേർന്നിരിക്കുന്ന ആ പെണ്ണിനെ കണ്ടപ്പോൾ ഉള്ളിൽ ദേഷ്യം തോന്നി. നീ ഇനി റെഡിയായില്ലേ മോളെ? ദേ ആളുകളൊക്കെ വരാൻ തുടങ്ങി, നീ വേഗം പോയി റെഡിയായി വാ. പെട്ടെന്ന് ലക്ഷ്മിയമ്മ അതും പറഞ്ഞു വന്ന് തൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയെടുത്തതും വേഗം മുകളിലേക്ക് പോയി. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇവൻ്റെ സെലക്ഷൻ എന്തായാലും കൊള്ളാം. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്ന കാശിയെ നോക്കി രാഹുൽ അരവിന്ദിൻ്റെ ചെവിയിലായി പതിയെ പറഞ്ഞു. മിണ്ടാ നിൽക്ക് രാഹുൽ, അവൻ കേൾക്കണ്ട. കാശിയിൽ നിന്നും കണ്ണെടുക്കാതെ പറയുന്ന രാഹുലിനെ നോക്കി അരവിന്ദ് പതിയെ പറഞ്ഞു. എന്താ ഒരു ചിരിയും കളിയും? എന്നോട് ഇതുവരെ അതുപോലെ സംസാരിച്ചിട്ടുണ്ടോ? ദുഷ്ടൻ, അവളോടൊക്കെ എന്താ സംസാരം? അപ്പം അതുപോലെ സംസാരിക്കാനൊക്കെ അറിയാല്ലേ? എന്നോടെന്താ അതുപോലെ പെരുമാറിയ? ആ പെണ്ണിൻ്റെ അടുത്തിരിക്കുന്ന ദക്ഷിണ ആലോചിക്കും തോറും ദേഷ്യം കൂടി വന്നു. ഓരോന്ന് ആലോചിച്ച് സാരി എടുത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് കുഞ്ഞിനെയും എടുത്ത് അവൻ കയറി വന്നത്. പെട്ടെന്ന് അവനെ കണ്ടതും ഒന്ന് ഞെട്ടി, പിന്നെ സാരി വാരിയെടുത്ത് നെഞ്ചിലേക്ക് ഇട്ടു. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. കുഞ്ഞിനെ പെട്ടെന്ന് റെഡിയാക്കി വാ. കുഞ്ഞിനെ ബെഡിലേക്ക് ഇരുത്തി സെൽഫിൽ നിന്നും അവൻ്റെ ഡ്രസ്സും എടുത്ത് അപ്പുറത്തെ റൂമിലേക്ക് പോയതും വേഗം ഡോറടിച്ച് ലോക്കിട്ടു. കുഞ്ഞൻ ബെഡിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ബഹളം വെക്കുന്നത് കണ്ടതും വേഗം ഫീഡിൽ ബോട്ടിലെടുത്ത് കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു. അതിലുള്ള പാല് കുടിച്ച് തീരുവോളം ഇനി അടങ്ങി കിടന്നു. ആ നേരം കൊണ്ട് സാരി എടുത്തു. ബ്ലൗസിൻ്റെ ബാഗത്തിൽ ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ മുടി അഴിച്ചിട്ട് നെറ്റിയിൽ പതിവ് പോലെ കറുത്ത പൊട്ട് തൊട്ട് ഒപ്പം സീമന്തരേഖയിൽ മാഞ്ഞു പോകാൻ തുടങ്ങിയ സിന്ദൂരം ഒന്നുകൂടെ ചുവപ്പിച്ചു. കാതിലെ കുഞ്ഞു സ്വർണ്ണ ജിമിക്ക് ഊരി പാച്ചു വാങ്ങിത്തന്ന സാരിക്ക് മേച്ചാവുന്ന അത്യാവശ്യം വലിയ ജിമിക്ക് എടുത്തിട്ടു. ഒരുക്കം കഴിഞ്ഞെന്ന് കുഞ്ഞിനെ നോക്കിയപ്പോൾ ആള് പാലുകുടിയെല്ലാം കഴിഞ്ഞ് തന്നെ നോക്കി കിടക്കുകയാണ്. ഒരുങ്ങി നിൽക്കുന്ന തന്നെ കണ്ട് യാത്ര പോകാനാണെന്ന് കരുതി ആളെടുക്കാൻ വേണ്ടി ബഹളം വെക്കാൻ തുടങ്ങിയിരുന്നു. അമ്മയുടെ കുഞ്ഞാപ്പിയെ എന്തിനാ ഒച്ച വെക്കുന്നേ? ഇന്ന് ചക്കരയുടെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? നമുക്ക് ചുന്ദര കുട്ടനായി കേക്ക് മുറിക്കണ്ടേ? കുഞ്ഞനെ മുകളിലേക്ക് ഇട്ട് പിടിച്ച് താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞതും ആൾക്ക് ആരും മനസ്സിലായില്ലെങ്കിലും ഇളകിച്ചിരിക്കാൻ തുടങ്ങിയിരുന്നു. വേഗം ഒരു നനഞ്ഞ തുണി കൊണ്ട് കുഞ്ഞിനെ ആകെ തുടച്ചെടുത്തു. അല്ലേ കുഞ്ഞിച്ചക്കൻ വെള്ളത്തിൽ കൈയിട്ട് അടിച്ച് തന്നെയും കൂടി നനപ്പിക്കും. പാമ്പേഴ്സും ഡ്രസ്സും എടുത്തപ്പോഴേക്കും ആൾ ആദ്യം ചിണുങ്ങിയെങ്കിലും പിന്നെ എങ്ങോട്ടോ പോകാനാണെന്ന് കരുതി വഴക്കൊന്നും കൂടാതെ നിന്നിരുന്നു. കുഞ്ഞനൊരുക്കി കാലൊരു കുഞ്ഞു ഷൂസ് ഇട്ട് കൊടുക്കുമ്പോഴാണ് അമ്മ ഒന്ന് കാതകിൽ മുട്ടിയത്. കഴിഞ്ഞില്ലേ ചേച്ചി ഒരുക്കം? ഡോറ് തുറന്നു കൊടുത്തതും ഉള്ളിലേക്ക് കയറിക്കൊണ്ട് അവൾ ചോദിച്ചു. ആ കഴിഞ്ഞു. വേഗം കുഞ്ഞൻ്റെ മറ്റേ കാലിൽ കൂടി ഷൂ ഇട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അല്ല, ഇതെങ്ങോട്ട് ചേച്ചി ഈ കോലത്തില്? എടുപ്പിൽ കൈകുത്തി അവൾ തന്നെ ആകെ മൊത്തം നോക്കിക്കൊണ്ട് ചോദിച്ചതും താനും ഒന്ന് അടിപിടി നോക്കി. കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നിപ്പോൾ എന്താ? മേമയുടെ സ്വത്ത് കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടോ, അപ്പോഴേക്കും ഞാനേ നിന്റെ അമ്മയൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കട്ടെട്ടോ. അതും പറഞ്ഞ് കാര്യം തിരക്കും മുമ്പേ അവൾ അമ്മൂട്ടനെ വാങ്ങി വാക്കറിലിരുത്തി അവൻ്റെ ഡെക്കിൻ്റെ അടുത്ത് കയ്യിൽ കൊടുത്തു. അമ്മു, നീ എന്തേ കാണിക്കുന്നേ? കയ്യിൽ നിന്ന് വിട്ടേ. ചേച്ചി ഇവിടെ ഇരിക്ക്, ഞാൻ ഒരുക്കി തരാം. ഇത്രയും മതി അമ്മു, ഇപ്പം തന്നെ വൈകി. എൻ്റെ ചേച്ചി ഒരുങ്ങിയില്ലെങ്കിൽ ഗ്രാമറുണ്ടെന്ന് കരുതി ഈ കോലത്തിൽ പോയ ഏട്ടായിക്ക് അതിനെ നാണക്കേട്. അതുകൊണ്ട് തന്നെ വൈകക്കോച്ചേ കുറച്ച് നേരത്തേക്കൊന്ന് മിണ്ടാതിരിക്ക്. അമ്മു പറഞ്ഞത് കേട്ട് മിണ്ടാതെ നിന്നു. അവൾ എന്തൊക്കെയോ മുഖത്ത് ചെയ്യുന്നത് കണ്ട് തടയാൻ നോക്കിയെങ്കിലും അവൾ കണ്ണുരുട്ടി പേടിപ്പിച്ച് നിർത്തും. അയ്യേ, ഇതൊന്നും വേണ്ട അമ്മു, ഇങ്ങനെ മുടി കെട്ടിയാൽ ശരിയാകത്തില്ല. അവൾ ഫ്രഞ്ച് ബ്രൈഡ് മോഡലിൽ മുടി കെട്ടി പിന്നീട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടതും ബാക്കിലെ കഴുത്തിൻ്റെ കാര്യം ഓർത്തതും അത് എറുത്തു. എന്ത് ശരിയാകത്തില്ലെന്ന്? ഇങ്ങനെ കെട്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഒക്കെ ശരിയാണ്, പക്ഷേങ്കിലേ ഈ ബ്ലൗസിൻ്റെ ബാഗ് ഇത്തിരി ഇറങ്ങിയിട്ടാണ്, അതുകൊണ്ട് മുടി കെട്ടി വെച്ചാൽ ശരിയാകത്തില്ല. എൻ്റെ ചേച്ചി അതിനുള്ളിൽ കൂടി ഇപ്പം എന്തോ കാണാനാ? ഇപ്പം ഇതൊക്കെയല്ലേ ട്രെൻഡ്. മുടി മാറ്റി കെട്ടിയാൽ ഭംഗി ഉണ്ടാകില്ല, ഇങ്ങനെ തന്നെ നിന്നോട്ടെ. പിന്നെ എല്ലാവർക്കും ഇത്തിരി ദർശന സുഖം കൊടുത്തെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. ഡീ നിന്നെ അമ്മു കളിയായി കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും കപട ദേശത്തിൽ അവൾ നേരെ കൈ ഓങ്ങിയതും അവൾ വേഗം ഒഴിഞ്ഞു മാറിയിരുന്നു. കുഞ്ഞിനെയും എടുത്ത് അമ്മുവിനൊപ്പം താഴേക്ക് ചെല്ലുമ്പോൾ ഹാളെല്ലാം റിലേറ്റീവ്സിനെ കൊണ്ടും അച്ഛൻ്റെയും ദക്ഷിൻ്റെയും ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ കൊണ്ടൊക്കെ നിറഞ്ഞിരുന്നു. ആഹാ, എൻ്റെ അടുത്ത് സുന്ദരമായിട്ടുണ്ടല്ലോ. ചെറിയച്ഛൻ്റെ മുത്തും സുന്ദരനായിട്ടുണ്ടേ. പെട്ടെന്ന് എവിടെ നിന്നോ പാച്ചു വന്ന് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞത് കേട്ട് അവനെ നോക്കി ഒന്ന് ചിരിച്ചു. കുഞ്ഞിൻ്റെ കവളിൽ പിടിച്ച് വലിച്ച് ചിരിയോടെ പാച്ചു പറഞ്ഞപ്പോഴേക്കും ആള് കുലുങ്ങി ചിരിച്ച് നെഞ്ചിലേക്ക് മുഖം പൊഴുത്തിരുന്നു. ഞാനാ പാച്ചോടെ ചേച്ചി എങ്ങനെ ഒരുക്കിയെടുത്തത്. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കാണ്. നീ കാണുമ്പോലല്ലോ, നിനക്ക് ഇങ്ങനെയൊക്കെ കഴിവുണ്ടായിരുന്നോ? നിങ്ങളൊക്കെ എന്തൊക്കെ എഴുതി? ഈ വൈഷ്ണവി ഒരു സംഭവമാണ്. അമ്മു ഡ്രസ്സിൻ്റെ കോളിൽ പിടിച്ച് സ്വയം മുങ്ങിക്കൊണ്ട് പറഞ്ഞു. ബ്ലാ തേങ്ങയാണ്, ഇത് അസൂയാണ്. ഒന്ന് മിണ്ടാ നിന്ന് രണ്ടുപേരും. അതെ ഏടത്തിക്കൊരു സർപ്രൈസ് ഉണ്ടേ.
നീ കുറെ നേരമായാലും സർപ്രൈസിന്റെ കാര്യം പറയുന്നു, എന്താ അത്? ആ ഒന്ന് അടങ്ങിയെടുത്തി, ഇപ്പൊ കാണിക്കാം. ഇതെവിടെ പോയി? പാച്ച് ചുറ്റും നോക്കുന്നത് കണ്ട് താനും നോക്കിയെങ്കിലും കാര്യം നിനക്ക് മനസ്സിലായില്ല. അതാ വരുന്നു ഞാൻ വന്ന സർപ്രൈസ്. പാച്ച് പറഞ്ഞത് കേട്ട് പുറത്തേക്ക് നോക്കിയതും ഉള്ളിലേക്ക് കയറി വരുന്ന ആളെ കണ്ട് മിഴികൾ അറിയാതെ ആശ്ചര്യത്താൽ വിടർന്നു പോയിരുന്നു. വർഷ, താൻ വരുന്നില്ലേ? ഹർഷൻ റെഡിയായി വന്ന് ബെഡിലിരുന്ന് ഫോണിൽ തോണ്ടിയിരിക്കുന്ന വർഷയെ നോക്കി ചോദിച്ചു. അവളൊരു താല്പര്യമില്ലാതെ മൂളി ഫോണിലേക്ക് തന്നെ മിഴികൾ നട്ടിരുന്നു. ഹർഷനും വർഷയും ആചാര്യ ഗ്രൂപ്പ്സിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവർക്കും ഈ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ഡോ, ഇപ്പൊ തന്നെ വൈകി, പെട്ടെന്ന് റെഡിയായി വാ. ഹർഷൻ പറഞ്ഞത് കേട്ട് വർഷ പൂച്ചത്തോടെ ചുണ്ട് കൂട്ടി. പഴയ കാമുകിയെ കാണാൻ തിടുക്കായിരിക്കുമല്ലേ വർഷ? വർഷ, താനെന്താ എപ്പോഴും ഇതിങ്ങനെ പറയുന്നത്? ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു, പക്ഷേ അവളിപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണ്. അതെപ്പോഴും നിനക്ക് ഓർമ്മയുണ്ടായാൽ മതി ഹർഷ. അത്രയും പറഞ്ഞ് വർഷ റെഡിയാകാനായി പോയി. രണ്ടുപേരും ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഹാളിൽ സെറ്റിയിൽ നിന്ന് TV കാണുന്ന ജയന്തിയെ കണ്ടത്. നിങ്ങൾ എങ്ങോട്ട് പോകാം? അമ്മേ, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകാണ്. ഇതെന്താ ഹർഷ നീ നേരത്തെ എന്നോട് പറയാഞ്ഞത്? ജയന്തിയുടെ ചോദ്യം വർഷയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളോട് പറയണമെന്നുണ്ടോ? ഏതായാലും ഇപ്പം അറിഞ്ഞില്ലേ, അത് മതി. വർഷ പറയുന്നത് കേട്ടതും ജയന്തിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. വർഷ, നീ ചെല്ല്, ഞാൻ വരാം. ഇനി ഇതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ട. ഇനിയൊരു തർക്കം വേണമെന്ന് കരുതി ഹർഷൻ ദയനീയമായി പറഞ്ഞതും ഒന്നമർത്തി മൂടിക്കൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. സോറി അമ്മേ, അവളുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ. നീയാണ് ഹർഷ അവളിങ്ങനെ കയറൂരി വിടുന്നത്. നിന്റെ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ അവളിങ്ങനെ ആകില്ല. അമ്മ തന്നെയല്ലേ അവളെ കണ്ടുപിടിച്ചത്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഹർഷൻ പുറത്തേക്ക് പോയതും ജയന്തി ഉള്ളിലെ ദേഷ്യം മുഴുവൻ കയ്യിലെ റിമോട്ടിൽ തീർത്തു. ഹർഷൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കോ ഡ്രൈവ് സീറ്റിലിരിക്കുന്ന വർഷയൊന്ന് നോക്കി. വർഷ, താനെന്തിനാ എപ്പോഴും അമ്മയുമായിട്ട് ഉടക്കാൻ പോകുന്നത്? എനിക്ക് ഇഷ്ടമല്ല നിന്റെ അമ്മ നമ്മുടെ പ്രൈവസിയിലേക്ക് വന്ന് എത്തി നോക്കുന്നത്. വർഷ പറഞ്ഞത് കേട്ട് ഹർഷൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല.